മുഖ്യമന്ത്രി വി.ഡി. സതീശനും അതേപോലെ തന്നെ CP ജോണും രണ്ടുപേരും ആദ്യ യാത്രക്കാരായി KSRTC ബസ്സിൽ ഇരിക്കുന്നത് കാണാം. ഈ യാത്രയിൽ ഇവിടെ നിന്നും തമ്പാനൂരിൽ തുടങ്ങി സെക്രട്ടേറിയറ്റ് വരെയാണ് രണ്ടുപേരും യാത്ര ചെയ്യുക. പക്ഷേ ആ ബസ് പോകുന്ന പെരുമാതുറയ്ക്കാണ്. അങ്ങനെ ഔദ്യോഗികമായി തന്നെ ഒരു ചരിത്രം തുടങ്ങിയിരിക്കുന്നു, ചരിത്രം തുറന്നിരിക്കുന്നു. സ്ത്രീകൾക്ക് ഇന്നു മുതൽ KSRTC ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യുന്നിപ്പം ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കുറച്ചധികം കാര്യങ്ങൾ ഉണ്ട്. അതിൽ ഒന്ന് ഈ സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ബഹുമാനമാണ്, അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ആദരമാണ് സർക്കാർ ഈ പ്രിയദർശിനി യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തേത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾക്ക് വലിയ ആശങ്കയുണ്ട്. ആ ആശങ്കകൾ അവർ അറിയിക്കുകയും പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ആശങ്കകളിലൊക്കെ സർക്കാർ പരിഹരിക്കുമെന്നൊരു ഉറപ്പുകൂടി ഇന്നത്തെ ഉദ്ഘാടന വേദിയിൽ വെച്ച് വി.ഡി. സതീശൻ നൽകുകയുണ്ടായി. പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഭാഗമാണ് സ്വകാര്യ ബസ്സുകളും. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം മികച്ചതാക്കുമെന്നൊരു ഉറപ്പാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകിയത്. അങ്ങനെ പദ്ധതിയെ പൂർണ്ണമായും കേരളം ഏറ്റെടുത്തിരിക്കുന്നു എന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇടതുമുന്നണി ഈ പദ്ധതിയിൽ നിന്ന് ഈ ചടങ്ങ് ബഹിഷ്കരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് അങ്ങനെ എല്ലായിടത്തും യാത്രയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെ ഉദ്ഘാടന സമയത്ത് ഈ ആനവണ്ടി ഓടിക്കുന്നത്, KSRTC ബസ്സിനെ നയിക്കുന്നതും 2 വനിതകളാണ്. 13 വർഷം മുൻപ് ജോലിക്കായി എത്തിയ KSRTCയിൽ ജോലി നേടിയ ഷീല ചേച്ചിയാണ് ആ വാഹനത്തിൻ്റെ വളയം പിടിക്കുന്നത്. അവിടെ ടിക്കറ്റുകൾ നൽകുന്നത് കണ്ടക്ടറായിട്ടുള്ളത് ഒപ്പമുള്ളത് ജയകുമാരിയാണ്. രണ്ടുപേരുമാണ് ആ ബസ്സിനെ നയിക്കുന്നത്. അങ്ങനെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് കേട്ടു. എല്ലായിടത്തും തികഞ്ഞ സന്തോഷം, തികഞ്ഞ സ്വീകരണമാണ് പദ്ധതിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ 4 വിൻഡോയിലായിട്ട് കാണുന്നത് 4 ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഓരോ ഇടത്തും ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിമാരും MLA-മാരുമൊക്കെയാണ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഉദ്ഘാടനം നടത്തിയത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ബസ്സിലുണ്ട്. പിന്നെ നേരത്തെ ഈ ആൽവിൻ പറഞ്ഞ പോലെ ഇടുക്കിയിലൊക്കെ ആണെങ്കിൽ ബസ്സിൽ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരും കയറി ഈ യാത്രയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രിയദർശിനിയുടെ ആദ്യ യാത്രയ്ക്ക് എല്ലായിടത്തും